ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ലെറ്റ് A equal to 1, 2, 3, etc. 14. Defined a relation R from A to A by R equal to x, y such that 3x minus y equal to 0 where x comma y belongs to A. Write down its domain, codomain and range. സംഭവം ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോയിട്ട് 14 വരെയുള്ള ഒരു സെറ്റാണ്. ആ സെറ്റിൽ നിന്നും ആ സെറ്റിലേക്ക് തന്നെ നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എക്സും വൈയും എയിൽ നിന്ന് തന്നെ ആയിരിക്കണം. കണ്ടീഷൻ എത്രയേ ഉള്ളൂ, 3x മൈനസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. ഇങ്ങനെ വരുന്ന കണ്ടീഷനിലുള്ള ഒരു സെറ്റ്, ഒരു റിലേഷൻ, ആ റിലേഷൻ്റെ ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച്, ഈ മൂന്ന് സാധനങ്ങൾ എഴുതണം. ഓക്കെ, ആദ്യം നമുക്ക് റിലേഷൻ എഴുതാം. എന്താണ് റിലേഷൻ? എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 വെയർ എക്സ് വൈ ബിലോങ്സ് ടു എ. എന്താ 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, 3x ഈക്വൽ ടു വൈ എന്നാക്കി. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഈ മൈനസ് വൈനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊടുന്നപ്പോൾ അത് +y ആയി. സോ 3x ഈക്വൽ ടു വൈ. ഇനി ആദ്യം ഞാൻ എക്സിന് 1 കൊടുത്തു, ഫസ്റ്റത്തെ നമ്പറായ 1 കൊടുത്തു. സോ നമ്മളുടെ കണ്ടീഷൻ എന്താണ്, 3x ഈക്വൽ ടു വൈ ആവണം. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ 3 × 1 3, വൈ എത്രയാ 3. ഇനി എക്സിന് ഞാൻ 2 കൊടുത്തു, അപ്പോൾ വൈ എന്താവും, 3 × 2 6 ആവും. അപ്പോൾ എക്സിന് ഞാൻ 3 കൊടുക്കുമ്പോഴോ 3 × 3 9 ആവും. എക്സിന് ഞാൻ 4 കൊടുക്കുമ്പോഴോ 4 × 3 12 ആവും. എക്സിന് ഞാൻ 5 കൊടുക്കുമ്പോഴോ 5 × 3 15 ആവും. എക്സിന് ഞാൻ 6 കൊടുക്കുമ്പോഴോ 6 × 3 18 ആവും. പക്ഷേ ഇവിടെ ഞാൻ നിർത്താനൊരു കാരണമുണ്ട്. ഇനി 7 കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. ഈ സാധനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എക്സും വൈയും എയിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എക്സ് 1 തൊട്ട് 14 വരെ എയിലുണ്ട്. പക്ഷേ 3 എയിലുണ്ട്, 6 എയിലുണ്ട്, 9 എയിലുണ്ട്, 12 എയിലുണ്ട്, 15 എവിടെ ഇല്ല, എയിലില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, 6 കൊടുത്താൽ 6 × 3 18 കിട്ടും, 7 കൊടുത്താൽ 7 × 3 21 ഒക്കെ കിട്ടും. പക്ഷേ ആ നമ്പറുകളൊന്നും എവിടെ ഇല്ല, എയിലില്ല. അപ്പം എയിലില്ലാത്ത നമ്പർ എപ്പോൾ കിട്ടുന്നോ അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റിലേഷൻ എഴുതി. ഏതൊക്കെയാ? 1ഉം 3ഉം 2ഉം 6ഉം 3ഉം 9ഉം 4ഉം 12ഉം. ഇതാണ് നമ്മളുടെ റിലേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഈ ഡൊമൈന് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർ ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് കോൾഡ് ദ ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആർ. അതായത് ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു സെറ്റിലേക്കുള്ള റിലേഷനിലെ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ, ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ കോമട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഓർഡേർഡ് പെയർ എന്ന് അറിയാം. അങ്ങനെ ഓർഡേർഡ് പെയർ ആക്കിയിട്ട് എഴുതുമ്പോൾ അതിലുള്ള ഫസ്റ്റ് എലമെന്റുകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് എന്ന് പറയാനില്ല, രണ്ടും എ തന്നെയാണ്, എയിൽ നിന്നും എയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ് ഈസ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ. രണ്ടാമത്തെ നമ്പറിനെ, ആ ഓർഡേർഡ് പെയറിലുള്ള രണ്ടാമത്തെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഹോൾ സെറ്റ് ബി, ആ രണ്ടാമത്തെ സെറ്റിനെ മുഴുവനായിട്ടും നമ്മൾ എന്ത് പറയും, കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയും. അപ്പം മക്കളെ, ഇവിടുത്തെ റേഞ്ച് എന്താ? ആ റിലേഷൻ തൊട്ട് മുകളിൽ ഞാൻ ആ റെഡിങ് ഗേറ്റ് വരച്ചിട്ടുണ്ട്. റിലേഷൻ ഡൊമൈൻ എന്താണ്? ഫസ്റ്റ് ലെറ്റേഴ്സ്. ഏതൊക്കെയാ ഫസ്റ്റ് ലെറ്റേഴ്സ്? 1, 2, 3, 4. ഇനി റേഞ്ചോ? സെക്കൻഡ് ലെറ്റേഴ്സ് 3, 6, 9, 12. കോഡൊമൈനോ? രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ റിലേഷൻ ഫ്രം എ ടു എ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ആരാണ്?
എ തന്നെയാണ്. സോ കോഡൊമൈൻ എന്താണ്? എ. 1 2 3 4 എക്സെട്ര അപ് ടു 14. ഓക്കെ, അപ്പൊ ഡൊമൈന്, റേഞ്ച്, കോഡൊമൈന് ഏതൊക്കെയാ? ഡൊമൈന്, റേഞ്ച്, കോഡൊമൈന്. ഒരു ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് ഉള്ള എലമെന്റുകളെ ഡൊമൈൻ എന്നും രണ്ടാമത്തെ എലമെന്റുകളെ റേഞ്ച് എന്നും രണ്ടാമത്തെ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കോഡൊമൈൻ എന്നും പറയും. ഓക്കെ അല്ലേ?